കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് ലോറിക്കടിയിൽപ്പെട്ട സ്കൂട്ടർ യാത്രക്കാരൻ്റെ കാലിന് ഗുരുതരമായി പരിക്കുപറ്റി. ബോബിക്കാനം ബാവിക്കര സ്വദേശി ബാബുരാജിൻ്റെ ഇടതുകാലിനാണ് പരിക്കുപറ്റിയത്. സാരംഗ് സുരേഷിൻ്റെ സാരംഗിൽ എപ്പോഴായിരുന്നു അപകടം? ഇത്രത്തോളം ഗൗരവമുള്ള അപകടം? മറ്റു വിവരങ്ങൾ എന്താണ്? ജീവന് ഭീഷണിയുണ്ടോ? ഡോക്ടർമാർ എന്ത് പറയുന്നു? രതീഷ്, ഇന്ന് രാവിലെയാണ് കാസർഗോഡ് പുതിയ സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. ബാബുരാജ് വിദ്യാനഗർ ഭാഗത്ത് നിന്ന് കാസർഗോട്ടേക്ക് വരികയായിരുന്നു. അതേസമയം കാസർഗോഡ് നഗരത്തിൽ നിന്നും മംഗളൂരു ഭാഗത്തേക്ക് പോകുന്ന നാഷണൽ പെർമിറ്റ് ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇടതുവശത്തോടെയാണ് മറികടക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ലോറി ഡ്രൈവർക്ക് അദ്ദേഹം സഞ്ചരിച്ച സ്കൂട്ടറും കാണാൻ സാധിച്ചില്ല. ഇതേ തുടർന്ന് വാഹനത്തിൻ്റെ സ്കൂട്ടറിൻ്റെ മുൻടയർ ലോറിയുടെ ടയറിനിടയിൽ കുടുങ്ങുകയായിരുന്നു. പിന്നീട് 50 മീറ്ററോളം വാഹനം മുന്നോട്ടേക്ക് പോയ ശേഷം നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്നാണ് വാഹനം നിർത്തി പിന്നീട് ഇദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കാൻ സാധിച്ചത്. അതുതന്നെ അഗ്നിശമന അംഗങ്ങളടക്കം എത്തിയ ശേഷം ഉപകരണങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. എന്നാൽ അപ്പോൾ തന്നെ ഇടതുകാലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, മുട്ടിന് താഴേക്കുള്ള ഭാഗം പൂർണ്ണമായും ചതഞ്ഞു പോയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തെ ചെർക്കളയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയ നടത്തിയിട്ടും ഫലപ്രാപ്തി ഉണ്ടായില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടതുകാൽ പൂർണ്ണമായും മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇദ്ദേഹം കാസർഗോഡ് SP ഓഫീസിലെ താൽക്കാലിക ശുചീകരണ തൊഴിലാളിയാണ്. രതീഷ്, ശരി. കാസർഗോഡ് നിന്നാണ് ദുഃഖകരമായി അപകടത്തിൻ്റെ വാർത്ത സാരംഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് സ്കൂട്ടർ യാത്രക്കാരൻ അപകടത്തിൽപ്പെട്ടത്.